എറണാകുളത്തെ ഒരു ഫ്ളാറ്റിൽ ഓരോ രാത്രി 11 മണിക്ക് ഒരു ലൈറ്റ് സ്വയം ഓഫാവും. ആരും അത് മനസ്സിലാക്കാനായില്ല. ആ ഫ്ളാറ്റിൽ താമസിച്ചിരുന്നത് നിഖിൽ. അവനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. ജോലി, ലാപ്ടോപ്പ്, ഒറ്റപ്പെട്ട ജീവിതം. പക്ഷേ ആ ലൈറ്റ് ഓഫാവുന്നത് ഒരു യാദൃശ്ചികതയല്ലായിരുന്നു. അത് ഒരു ഓർമ്മ. ഒരു വർഷം മുമ്പ് അതേ സമയത്ത് അവൻ അവളോടൊപ്പം വീഡിയോ കോളിൽ സംസാരിക്കാറുണ്ടായിരുന്നു. അവളുടെ പേര് ആലിയ. അവർ ദൂരത്തിലായിരുന്നു, പക്ഷേ ഹൃദയം അടുത്തായിരുന്നു. 11 മണിക്ക് ലൈറ്റ് ഓഫ് ചെയ്യണം, അതാണ് നമ്മുടെ സമയം, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞിരുന്നു. പക്ഷേ ഒരു ദിവസം ആ കോളുകൾ നിർത്തി. ആലിയ ഇനി വിളിച്ചില്ല. നിഖിൽ ഓരോ രാത്രിയും 11 മണിക്ക് കാത്തിരുന്നു. ലൈറ്റ് ഓഫാവും, പക്ഷേ അവളില്ല. ഒരു ദിവസം പുതിയതായി അടുത്ത ഫ്ളാറ്റിൽ താമസിക്കാൻ വന്ന പെൺകുട്ടി സന അവനെ കണ്ടു. "നിന്റെ ലൈറ്റ് എന്തിനാണ് 11 മണിക്ക് ഓഫാവുന്നത്?" അവൾ ചോദിച്ചു. നിഖിൽ ചെറുതായി ചിരിച്ചു. ഒരു പഴയ പതിവ്. സന അവനെ നോക്കി. "അത് മാറ്റാൻ പറ്റില്ലേ?" അവൻ മിണ്ടാതെ നിന്നു. ദിവസങ്ങൾ കടന്നു. സനയും നിഖിലും അടുത്തായി. അവൾ അവന്റെ നിശബ്ദത പൊളിച്ചു. ഒരു ദിവസം 11 മണിക്ക് മുൻപ് സന അവന്റെ മുറിയിൽ വന്നു. "ഇന്ന് ലൈറ്റ് ഓഫാകരുത്," അവൾ പറഞ്ഞു. നിഖിൽ ആശ്ചര്യപ്പെട്ടു. "എന്തിന്?" അവൾ ചിരിച്ചു. "കാരണം നിനക്ക് പുതിയൊരു സമയം തുടങ്ങണം." അവൻ കുറച്ചു നിമിഷം മിണ്ടാതെ നിന്നു. 11 മണിയായി. ലൈറ്റ് ഓഫായില്ല. നിഖിൽ ആദ്യമായി ചിരിച്ചു. ആ രാത്രി ഒരു പഴയ ഓർമ്മ അവസാനിച്ചു. ഒരു പുതിയ പ്രണയം ആരംഭിച്ചു. കാരണം ചില ബന്ധങ്ങൾ ഓർമ്മയായി മതി. ജീവിതം മുന്നോട്ടു പോകണം. ആലപ്പുഴയുടെ ശാന്തമായ ബാക്ക് വാട്ടേഴ്സിനരികിൽ ഓരോ സന്ധ്യയും കടൽക്കാറ്റ് വീശുമ്പോൾ അനൂപും കാവ്യയും ഒരേ ബെഞ്ചിലിരുന്ന് സംസാരിക്കാറുണ്ടായിരുന്നു. അവരുടെ സൗഹൃദം സാധാരണമായിരുന്നെങ്കിലും അതിലൊരു മൗനമായ സ്നേഹത്തിന്റെ ചൂടുണ്ടായിരുന്നു. കാവ്യയ്ക്ക് യാത്ര ചെയ്യാൻ വളരെ ഇഷ്ടമായിരുന്നു. ലോകം കാണണമെന്ന സ്വപ്നം അവൾക്കുണ്ടായിരുന്നു. അനൂപ് പക്ഷേ ആലപ്പുഴയോടുള്ള തന്റെ ബന്ധം വിട്ടുപോകാൻ ഒരിക്കലും ആഗ്രഹിച്ചില്ല. "ഈ നാടാണ് എന്റെ ശ്വാസം," അവൻ പറയും. കാവ്യ ചിരിച്ചു പറയും, "പക്ഷേ നിന്റെ ഹൃദയം എനിക്കൊപ്പം വരും." കാലം കടന്നുപോയപ്പോൾ അവരുടെ ബന്ധം കൂടുതൽ ആഴപ്പെട്ടു. ഒരു ദിവസം സന്ധ്യയുടെ സ്വർണ്ണ നിറത്തിൽ കാവ്യ അനൂപിനോട് പറഞ്ഞു, "എനിക്കൊരവസരം കിട്ടിയിട്ടുണ്ട്, വിദേശത്ത് പഠിക്കാൻ." ആ വാക്കുകൾ അനൂപിന്റെ മനസ്സിൽ ഒരു നിശബ്ദ വേദനയായി പതിഞ്ഞു. "നീ പോകണം," അവൻ ശാന്തമായി പറഞ്ഞു, തന്റെ വികാരങ്ങൾ മറച്ചുവച്ച്. പോകുന്ന ദിവസം കടൽത്തീരത്തവർ ഒടുവിൽ കണ്ടുമുട്ടി. തിരമാലകൾ അടിച്ചു കയറുമ്പോൾ കാവ്യയുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞിരുന്നു. "നീ എന്നെ കാത്തിരിക്കുമോ?" അവൾ ചോദിച്ചു. അനൂപ് ഒരു നിമിഷം മിണ്ടാതിരുന്നു. പിന്നെ അവളുടെ കൈ പിടിച്ചു പറഞ്ഞു, "കടൽ എത്ര ദൂരം പോയാലും തിരമാലകൾ തീരത്തെത്തും. ഞാൻ നിന്നെ കാത്തിരിക്കും." വർഷങ്ങൾ കടന്നു. ജീവിതം മാറി. എന്നാൽ ഓരോ സന്ധ്യയും അനൂപ് അതേ ബെഞ്ചിലിരുന്ന് കടൽ നോക്കുമായിരുന്നു. അവന്റെ മനസ്സിൽ ഒരു പ്രതീക്ഷ. ഒരിക്കൽ കാവ്യ തിരിച്ചുവരും. ഒരു ദിവസം അതേ കാറ്റും അതേ തിരമാലകളും സാക്ഷിയായപ്പോൾ ഒരാൾ അവന്റെ മുന്നിൽ നിന്നു. കാവ്യ. അവൾ തിരിച്ചു വന്നിരുന്നു. തന്റെ സ്വപ്നങ്ങൾ പൂർത്തിയാക്കി. "ഞാൻ പറഞ്ഞില്ലേ, ഞാൻ തിരിച്ചുവരുമെന്ന്." അവൾ ചിരിച്ചു. അനൂപിന്റെ കണ്ണുകളിൽ സന്തോഷം നിറഞ്ഞു. ആലപ്പുഴയുടെ കടൽക്കാറ്റിൽ അവരുടെ സ്നേഹം വീണ്ടും പുതുതായി പിറന്നു. ദൂരങ്ങൾ തരണം ചെയ്ത്, സമയം മറികടന്ന്.